ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ആലയിൽ ബാലകൃഷ്ണൻ, KK സുരേഷ് കുമാർ, വിജേഷ് ഉമ്മർപൊയിൽ, TP ചന്ദ്രൻ, മനോജ് വടക്കേൽ, രവി പൊന്നമവയൽ, AK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടി ഔപചാരിക ഉദ്ഘാടനത്തിനും ബ്ലോക്കിന്റെ ചാർജി രജിത് നാരായണ അവരുടെ ഈ പരിപാടിയിൽ ചേർന്നിട്ടുള്ള ജില്ലാ സുരേഷ് മാസ്റ്റർ അവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷന്മാരായിട്ടുള്ള അവരെയും ഈ പരിപാടിയിലേക്ക് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വന്ദന ഫ്രാൻസിസും അതുപോലെ തന്നെ സിസ്റ്റർ ശ്രീയാമേരിയും 3 തൊഴിലാളികളെ, സ്ത്രീ ജോലിക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ഛത്തീസ്ഗഡിലെ അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി തന്നെ ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന വഴിയിൽ സംഘപരിവാറിന്റെ BJP ഗവൺമെന്റ് ഛത്തീസ്ഗഡിലെ വിഷ്ണുദേസായി അവരുടെ ഒത്താശയോടുകൂടി ഇല്ലാത്ത കുറ്റം ചുമത്തി മതപരിവർത്തനവും അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളെല്ലാം ചുമത്തിക്കൊണ്ട് ഈ പാവം കന്യാസ്ത്രീകളെ കൽത്തുറങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് ലോകത്തോട് പറയാൻ പോലും നാണക്കേടാണ്. കാരണം ജോലി എന്നത് മനുഷ്യന്റെ മൗലിക അവകാശമാണ്. അടിസ്ഥാന ശില മതേതരത്വവും ജനാധിപത്യവുമാണ്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്ന ഭരണകൂട ഭീകരത BJP സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ 2 സഹോദരിമാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുമ്പോഴും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് ചരിത്രപരമായി നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതകളാണ്. എന്നാൽ BJP ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുമ്പോൾ മതപരിവർത്തനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് അവിടെയുള്ള പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ തുറങ്കിലടക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചത്. കോൺഗ്രസ് ഈ രാജ്യത്തിലെ ക്രൈസ്തവ സഭകളോടും ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികളോടും വളരെ ഉച്ചസ്ഥലമെന്ന് നരേന്ദ്രമോദി നടപ്പിലാക്കിയ ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും ഈ രാജ്യത്ത് നടത്തി. മണിപ്പൂരിൽ നടന്ന ഹീനമായ നരഹത്യകൾ, മണിപ്പൂരിലെ സഹോദരിമാർ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും മോശമായ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും കാണാൻ മടിക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ സഹോദരിമാരെ റോഡിലൂടെ നഗ്നയായി നടത്തിച്ചത് മണിപ്പൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കറുത്ത ഏടായി നിലനിൽക്കുകയാണ്. ഒറീസയിലെ ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ, കർണാടകത്തിലെ മംഗലാപുരത്ത് ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ ബജ്രംഗ് ദളിന്റെയും RSSന്റെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ നടത്തിയ ഏറ്റവും ഹീനമായ പ്രവർത്തനം ഈ രാജ്യത്തിനകത്തുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, പഞ്ചസാരയിൽ പൊതിഞ്ഞ സൈനൈഡ് വിൽപ്പനക്കാരാണ് RSSും BJPയും ഈ രാജ്യത്തിനകത്ത് എന്നതിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ഈ രാജ്യത്തെ അശരണർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച സന്യാസി ശ്രേഷ്ഠന്മാർ, സന്യാസിമാർ, തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ ഇന്ന് കൽത്തുറങ്കിലാണ്.
ആ കൽത്തുറങ്കിൽ അടക്കപ്പെട്ടത് കേവലം 2 കന്യാസ്ത്രീമാരെയല്ല, ഇന്ത്യൻ ഭരണഘടന കൽത്തുറങ്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നിലനിൽക്കെ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം തന്നെ തങ്ങളുടെ അധികാരങ്ങൾ അടിച്ചേൽപ്പിക്കാനും അതുവഴി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വേട്ടയാടാനുമാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.